മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വോട്ടേഴ്സ് ലിസ്റ്റിനെ പറ്റിയും വോട്ടേഴ്സ് ഐ ഡിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പേര് നാഷണൽ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, ബൂത്ത് വൈസ് ആയിട്ടുള്ള വോട്ടർ ലിസ്റ്റ് എങ്ങനെ കിട്ടും, നിങ്ങളുടെ പേര് എങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൂടാതെ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് എറേഴ്സൊക്കെ കറക്റ്റ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യുവൻസി ചേഞ്ച് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ വീഡിയോ ഫുള്ളും കാണുക, ഈ വീഡിയോയിൽ പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏകദേശം എല്ലാ ടോപ്പിക്സിനെ പറ്റിയും ഞാൻ ആർട്ടിക്കിൾസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹോം പേജ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഫോണിൽ വെബ്സൈറ്റ് കാണുമ്പോൾ. ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ആസ് എ ന്യൂ യൂസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതാണ്. ശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഐ ഡോണ്ട് ഹാവ് ആൻ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇമെയിൽ അഡ്രസ്സും പിന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി നിങ്ങൾ ഒരു ലോഗിൻ പേജിലോട്ടാണ് വരിക. നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേര് ഇലക്ഷൻ റോൾ ഉണ്ടോ എന്ന് നോക്കുക എന്നാണ്. ഇത്തരത്തിലൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്, സെർച്ച് ഇൻ ഇലക്ടറൽ റോൾ. അതിൽ ക്ലിക്ക് ചെയ്യുക. 2 ടാബ് കാണാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് എപ്പിക് നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ച് സെർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേരും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ഫാദറിൻ്റെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വരുന്നതാണ്. എപ്പിക് നമ്പർ അവിടെ കാണാവുന്നതാണ്. വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങളെ പറ്റി അതിൽ കാണാവുന്നതാണ്. ബൂത്ത് വൈസ് ആയിട്ടുള്ള വോട്ടർ ലിസ്റ്റ് എങ്ങനെ കിട്ടാം, പാർട്ടിക്കാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഡൗൺലോഡ് ഇലക്ടറൽ റോൾ PDF എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വോട്ടേഴ്സ് ID നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഫോംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. കുറേ ഫോംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പുതിയൊരു വോട്ടേഴ്സ് IDക്കായി ഫോം 6 എന്ന് പറഞ്ഞ ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഫോം 8 ചൂസ് ചെയ്യുക. ഇപ്പോൾ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായതുകൊണ്ട് ഫോം 6 ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഹൗസ് നമ്പറും ലൊക്കാലിറ്റിയും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർ ഇട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മിസ് ചെയ്യരുത്. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ബോക്സിൽ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണിലാണെങ്കിൽ മാംഗ്ലീഷ് കീബോർഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ എത്ര കാലമേ അവിടെ റിസൈഡ് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യുക. കുറേ അഡ്രസ് പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഞാൻ റേഷൻ കാർഡാണ് അപ്ലോഡ് ചെയ്യുന്നത്. റേഷൻ കാർഡ് ചൂസ് ചെയ്യുക. പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ ആരുടെയെങ്കിലും എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ വോട്ടേഴ്സ് IDൻ്റെ ഈ ഒരു പോർഷനിൽ കാണുന്ന നമ്പറാണ്. നിങ്ങൾക്ക് ഒന്നാമത്തെ മെത്തേഡ് വഴി സെർച്ച് ചെയ്തിട്ടും എപ്പിക് നമ്പർ കണ്ടുപിടിക്കാവുന്നതാണ്. എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എവിടെയാണ് ജനിച്ചതെന്നുള്ള സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൗൺ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം അവിടെ ഒരു സ്റ്റാർ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഏജ് പ്രൂഫിനായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, മാർക്ക് ഷീറ്റൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ മാർക്ക് ഷീറ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആധാർ കാർഡ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പേര് ടൈപ്പ് ചെയ്യുക, സർനെയിമും ടൈപ്പ് ചെയ്യുക, ജെൻഡറും ചൂസ് ചെയ്യുക. മലയാളം വന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാംഗ്ലീഷ് കീബോർഡോ അല്ലെങ്കിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസോ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേഷൻ ചൂസ് ചെയ്യുക. നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ ഏതെങ്കിലും ഒരു റിലേഷനിലുള്ള ആളുടെ പേരും സർനെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിൽ അത് ആരാണെന്ന് ടൈപ്പ് ഓഫ് റിലേഷനിൽ ചൂസും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്.
നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ PDF ആയിട്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല, JPEG ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ കേൾവിക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലത്തെ ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID ഫോൺ നമ്പർ കൊടുക്കാവുന്നതാണ്. നിർബന്ധമില്ല, അതൊരു ഓപ്ഷണൽ ക്വറി മാത്രമാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം ഇതൊരു ഡിക്ലറേഷൻ ആണ്. ഡേറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്റ്റഡ് ആവുന്നതാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്രിവ്യൂവിൻ്റെ കാണാവുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് പോവുക, ഒന്നും കൂടി വെരിഫൈ ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ട്രാക്കിംഗ് ID കിട്ടുന്നതാണ്. ഈ ID യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്രത്തോളമായി, ഏതൊക്കെ സ്റ്റേജ് കടന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ലിങ്കിൻ്റെയൊക്കെ പാസ്വേഡ് voters123 എന്നാണ്. ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്രത്തോളമായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്.